എടാ ഇതാണ് മറ്റേ കാട്ടറ വിദേശം. നിങ്ങൾക്ക് അറിയാം പുള്ളിയുടെ കണ്ടന്റുകൾ കാണാറുണ്ടോ നിങ്ങള് റീൽസിലൊക്കെ? പുള്ളി മറ്റേ കുറെ ഇങ്ങനത്തെ പബ്ജി കണ്ടന്റുകളൊക്കെ ചെയ്യും. മറ്റേ കാട്ടറവി എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമില് നോക്കിയാൽ മതി. നൈസാണ് ആള്. ഏതായിട്ട് ചെയ്യാറുണ്ട്. അണ്ണാ സ്കൂൾ ലൈഫ് മിസ് ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട് ഉറപ്പായിട്ടും. എടാ ഉള്ള സമയത്ത് ഞാൻ ഈ സമയം ഈ ഇപ്പൊ ലൈവ് കാണുന്നതില് പിള്ളേർ സെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയാണ് ഗൈസ്, ഉള്ള സമയത്ത് അടിച്ചു പൊളിച്ചോ. പിന്നീട് ഇങ്ങനെ നോക്കിയിരുന്ന് ഇങ്ങനെ ഇത് തൊലിക്കാനേ പറ്റുള്ളൂ എന്റെ വോട്ട്. മനസ്സിലായോ? അന്നേരം ഓർത്തെടുക്കാൻ എനിക്ക് 10ാം ക്ലാസ് വരെ ഒന്നും വലിയ ഹാർഡ് കോർ ഫ്രണ്ട്സ് ഒന്നും പോലും ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇതാക്കി വെച്ചിരുന്നു. അല്ലാതെ ഇനി ഇങ്ങനെ കുറച്ചാൾ കഴിയുമ്പോൾ ഇങ്ങനെ വെല്ലോറുടെ വീഡിയോ കണ്ട് തൊലിക്കാന്നല്ലാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും മെമ്മറികൾ വേണമെങ്കിൽ അത് ഇപ്പോൾ ഉണ്ടാക്കണം. മനസ്സിലായോ? അതൊക്കെ ഉണ്ടാവുള്ളൂ നമുക്ക്. നെക്സ്റ്റ് ജനറേഷൻ ഇത്തിരി വിഷയമാണ് കേട്ടോ, സത്യം പറയല്ലേ. ഞങ്ങള് കാറിലൊക്കെ പോകുമ്പോഴാടാ കാശിക്കുട്ടനാടാ ഒന്ന് പിള്ളേരൊക്കെ ചോദിക്കണത്. എന്നെ വലിയ ഇതൊന്നും ഇല്ലടാ, നമ്മളാരടാ എന്നിലൂടെ അല്ലടാ അവൻ ഇതായത്. ഇപ്പൊ എന്നെയല്ലേ സ്വന്തം മോനോട് ഈഗോ. അത് അങ്ങനെ ചോദിക്കേണ്ടത്. സായിപ്പാണെന്നല്ല വിളിക്കണ്ടേ, അവരെല്ലാരും കാശിക്കുട്ടാന്നാ വിളിക്കണേ. എന്നെ വിളിക്കുന്നില്ല അവന്മാരൊന്നും. ഇനി അതുകൊണ്ട് കാശിക്കുട്ടിനെ സ്ട്രീമിലോട്ടോ അവന്റെ റീലൊന്നും വൈറലാക്കാൻ വേണ്ടി അവനെ കൊണ്ടുവരുന്നൊന്നുമില്ല കേട്ടാ. കാശിക്കുട്ടിനെ സ്ട്രീമിലോട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ നിർത്തി. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കും, ഞാൻ ഇങ്ങനെ മുരടിച്ചിരിക്കും, അവൻ കേറിപ്പോകും. അപ്പൊ അത് എനിക്ക് കാണാൻ പറ്റത്തില്ല. സോ ഞാൻ കേറിപ്പോയിട്ട് അവൻ പുറകിൽ താഴ്ന്ന് കയറി വന്നാൽ മനസ്സിലാകാം. എന്റെ താഴ്ന്ന് കയറി വരണം, അല്ലാണ്ട് എന്റെ പൊക്കം കയറി പോകണ്ട. അത് വേണ്ട, അത് മടുപ്പാണ്. അപ്പന്റെ താഴെ അത് മതി. സോ ഞാൻ ഫസ്റ്റ് കയറാം, അത് കഴിഞ്ഞ് അവൻ കയറാം. അതാണ് കറക്റ്റ് ആക്യുറേറ്റ് തന്ത കേട്ടോ. മറ്റേ ഈഗോ തന്ത സൂപ്പർലി. പിന്നെ എനിക്ക് പെണ്ണ് സെറ്റായി. ഞാൻ അവളെ എന്താ വിളിക്കുക, നീ പുണ്ടച്ചി എന്ന് വിളി മൈരെ. നോ കമന്റ്സ്. എടാ ഇവൻ എനിക്കൊരു പടം വരച്ചു തന്നായിരുന്നു നൈസായിട്ട്. എടാ താങ്ക് യു സോ മച്ച് എടാ, മീൻസ് എ ലോട്ട്. ഇതെന്താ എനിക്ക് മനസ്സിലായില്ല. എക്സ്പോസിന്റെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ, ഞാൻ കണ്ടില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ബ്ലാക്ക് മിത്ത് വൂക്കോങ് 3 വട്ടം കളിച്ച് തീരാറായി. അതായത് ഒരു വട്ടം കംപ്ലീറ്റ് ചെയ്ത ലൈവില്, രണ്ടാമത്തെ വട്ടം വീണ്ടും കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് മൂന്നാമത്തെ വട്ടം ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ചാപ്റ്റർ 4 ആയി. മൂന്നാമത്തെ വട്ടം അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം മൂന്നാമത്തെ വട്ടം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ബ്ലാക്ക് മിത്ത് വൂക്കോങ്ങിൻ്റെ അച്ചീവ്മെൻറ്റ് കിട്ടും. അതായത് നമുക്ക് വൂക്കോങ് ആവുന്നതിൻ്റെ അച്ചീവ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഞാൻ 2 വട്ടം കളിച്ച് തീർത്ത്. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ, ഇനി 2 ചാപ്റ്റർ കൂടെ ഉള്ളൂ. അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ അച്ചീവ്മെൻറ്റ് കൂടെ കംപ്ലീറ്റ് ചെയ്യും. ഭയങ്കര രസമാണ് കേട്ടോ കളിക്കാൻ. നമുക്ക് ഒരു ദിവസം ഞാൻ നാളെ മറ്റന്നാളെ വല്ലതും ലേറ്റ് നൈറ്റ് ബാക്കി ചാപ്റ്റർ നമ്മൾ ലൈവ് ഇരുന്ന് തീർത്താലോ? ഏതെങ്കിലും ഒരു ദിവസം ലേറ്റ് നൈറ്റ് RP ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം ഇരുന്ന് കളിക്കാം. ഞാൻ ബാക്കി കളിക്കുന്നില്ല, ബാക്കി ലൈവ് കളിക്കാം. നമുക്കൊന്നുകൂടെ കളിച്ച് തീർക്കാം. RDR നാളെ തെള്ളാണോ വണ്ണമെന്നോ? എടാ അല്ലടാ, 3 വട്ടം തീർക്കുമ്പം നമുക്ക് മറ്റേ ഇത് കിട്ടും. അതായത് വൂക്കോങ്ങിന്റെ മറ്റേ ഇമ്മോർട്ടാലിറ്റി കിട്ടും. അത് അച്ചീവ്മെന്റ് ആണത്. അതുകൊണ്ടാണ് 3 വട്ടം കളിക്കണം. ഞാൻ 2 വട്ടം കളിച്ച് തീർത്തു, ഇനി 3ാമത്തെ വട്ടം കളിക്കാം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, PS5 ഇവള് വീട്ടിൽ വന്നപ്പോൾ ഉണ്ടല്ലോ, ഇവക്ക് ബോർ അടിക്കുന്നു പറഞ്ഞ് PS5 ഞാൻ ഇവക്ക് 4400 രൂപയ്ക്ക് ഡ്യൂലക്സ് എലൈറ്റ് മേടിച്ചു കൊടുത്ത്. ഇവളെ താനോസ് 2-3 മണിക്കൂർ അല്ല 5 മണിക്കൂർ എന്തോ താനോസിൻ്റെ അടുത്തിരുന്ന് അതോടെ അവൾ ആ ഗെയിം നിർത്തി. ബാക്കി ഞാൻ കളിക്കാന്ന് വിചാരിച്ച് ഞാൻ മറ്റേ PC ഭയങ്കര പ്രോ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ജോയ്സ്റ്റിക്ക് മേടിച്ച് ജോയ്സ്റ്റിക്കും കൊണ്ട് ചെന്ന് മറ്റേ പുലിമൈരനുണ്ടല്ലോ, അവനെ ഞാൻ PC ഫസ്റ്റ് ട്രയൽ കൊന്നതാണ്. അവനെ 5.5 മണിക്കൂർ എടുത്ത് ഞാൻ കൊല്ലാൻ. അവിടെ ഞാനും കളി നിർത്തി. പക്ഷെ അവനെ കൊന്നിട്ട് കളി നിർത്തി. ജോയ്സ്റ്റിക്ക് കളിക്കാൻ പറ്റൂലടാ എനിക്ക്.
ജോയിസ്റ്റിക്ക് കളിക്കാൻ പറ്റൂല. ജോയിസ്റ്റിക്കിൽ ആ പുലി എന്നെ പണി ഒന്നും ചെയ്യാനില്ല. ഗ്രേ വെക്ടറാണ്. തൊപ്പിയാ തൊപ്പി പാടിയ പാട്ടിൽ എനിക്കൊരു ഇഷ്ടമുള്ള പാട്ട് ഇതാണ് സത്യം പറഞ്ഞ. പക്ഷെ ഇതിന്റെ ലിറിക്സ് ഇങ്ങനെ അല്ലല്ലോ പാടിയത്. കൊച്ചു വാസു എങ്ങനെയുണ്ടെന്ന അതിൽ നീ എന്ത് വരച്ച്? ഇതിനെ കണ്ടായിരുന്നു. I can't wait for this moment, seriously. അയ്യോ ബ്രോ കിടിലം കേട്ടോ, രക്ഷയില്ല ബ്രോ, കിടിലം. ഞാൻ ഞങ്ങളെ 3 മാസത്തെ ചെക്കപ്പിന് പോയപ്പോ ഉണ്ടല്ലോ, ഞാൻ കുഞ്ഞിന്റെ ഹേർട്ട് ബീറ്റ് കേട്ടോ. എനിക്ക് എക്സൈറ്റ്മെന്റും പേടിയും എല്ലാം വന്നു. കഴിച്ച് നിങ്ങളൊക്കെ പോയിട്ടുണ്ടോന്ന് അറിയത്തില്ല, ചേച്ചിയുടെ ചേട്ടന്മാരൊക്കെ കൂടെ പോയിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മള് ഇതിന് പോകുമ്പോ അവര് ഹേർട്ട് ബീറ്റ് ചെയ്യിപ്പിച്ചു തരും കുഞ്ഞിന്റെ. അതായത് ഒരു വലിയ മെഷീനകത്ത് ഇങ്ങനെ ഇതാകുമ്പോൾ വലിയ സൗണ്ടിൽ നമുക്ക് കേൾക്കാം, ടിക് 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 ടിക്. അയ്യോ അതൊരു വല്ലാത്തൊരു ഇതാണ്. നമുക്ക് കുഞ്ഞുങ്ങളുടെ ഹേർട്ട് നമ്മളുടെ ഹേർട്ട് അടിക്കുന്നതിനേക്കാളും സ്പീഡിൽ ഇങ്ങനെ അടിക്കും. അത് നമുക്ക് അവർ കേൾപ്പിച്ച് തരും. അത് വലുതായിട്ട് കേൾക്കാൻ പറ്റും. അതൊരു വേറൊരു മൊമെന്റ് ആണ്. അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒക്കെ കഴിയുമ്പം അത് മനസ്സിലാവും. ലൈക്ക് അതൊക്കെ അതൊരു പ്രത്യേകത ആണ്. എടാ ഇതാണാ സോളോ ക്യൂവില് നടക്കണേ. അത് എന്തൊരു ഷോട്ട്! അത് കണ്ണൂര് വന്നുള്ള ഒരു പീക്കും അത് കുറച്ച് വിഷയമായിരുന്നു. Spike down B. Bro, I'm good with all. അതെന്താ ലാസ്റ്റ് പിക്ക് കണ്ടാരെങ്കിലും? ഞാൻ വാലറിന് തിരിച്ച് ഗ്രൈൻഡ് തുടങ്ങി. വാലറിന് ഫൈനൽസും നമ്മൾ ഈ മാസം തൊട്ട് എൻ്റെ റെഗുലർ സ്ട്രീംസിൽ RDR, വാലറന്റ്, ഫൈനൽസ്, GTA. ഓക്കെ, നാളെ തൊട്ട് നമ്മൾ തുടങ്ങാണ്. വാഴ സ്പൂഫാണ് ഇത്. ഇന്നത്തെ ഫ്രണ്ട്സ് ചെയ്ത വീഡിയോ ആണെന്ന് സപ്പോർട്ട് ചെയ്തു. ഇത് ഞാൻ കണ്ടതാണോ ഓൾറെഡി. ഇത് നമ്മൾ കഴിഞ്ഞ ഇതിനകത്ത് കണ്ടായിരുന്നു. Kids in Matters from Indonesia. He was a big fan of Cristiano and Portugal national team. In 2004, a deadly tsunami hit Indonesia, due to which Martin lost his mother, brother, and his sister also. But he managed to survive and was found on a beach 21 days later, wearing a Portugal national jersey. When Ronaldo saw this news, he went to meet the kid. And took the kid with himself to Lisbon. And Ronaldo sent him to school and made a house for him. Bro, സത്യമാണത്. And helped him to get into a sporting scene. And then now the kid is grown up and living his life with his ഇതിൽ കൂടുതൽ എന്ത് വേണമല്ലേ? എന്റെ പൊന്നോ, റെസ്പെക്ട് ബ്രോ, സത്യം. ആസ് എ മെസ്സി ഫാൻ ഹ്യൂജ് റെസ്പെക്ട്. സത്യം. എന്റെ പൊന്നോ,
അടിയായോ എടാ അടിയായോടാ ഹലോ ഇല്ല അല്ലെ ഹെലി മാത്രം കറങ്ങുന്ന R34 ഓക്കെ അണ്ണാ ഇതെന്റെ ഫ്രണ്ട് വരച്ചതാണ്, ഒന്ന് സപ്പോർട്ട് ആക്കണേ. നിങ്ങൾക്ക് ഏതിലാണ് നിങ്ങൾ രക്ഷപ്പെടാൻ പോണേ അല്ലെങ്കിൽ ഏതിലാണ് നിങ്ങൾ സക്സസ് ആവാൻ പോണേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ എല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ അത് നല്ലതാണോ ചീത്തയാണോ നിങ്ങൾക്ക് അതിലോട്ട് മുന്നോട്ട് പോകാന്ന് പറഞ്ഞു. ആരെയും വിചാരിച്ച് ആരെയും ഇതാക്കിയും ഒരിക്കലും നിങ്ങൾക്ക് ആഗ്രഹമുള്ളൊരു കാര്യം ഒരു മോട്ടിവേറ്റർ ചെയ്യാണ്ടിരിക്കും. അടിപൊളി വീഡിയോ ബ്രോ, അടിപൊളി നന്നായിട്ട് വരച്ചിട്ടുണ്ട്. കിടിലം. എടാ PRD വനത്തിന്റെ വീഡിയോ കാണാം, നീ കണ്ടാണോ? ഞാൻ എനിക്ക് ലിങ്ക് അയച്ചു തന്നായിരുന്നു, പക്ഷെ ഞാൻ കണ്ടില്ല. PRD മൊത്തം കണ്ടില്ല. ഇതല്ലേ ഈ സാധനല്ലേ? പണ്ട് ഫസ്റ്റ് കണ്ടതാ. അതിന്റെ പക്ഷെ മൊത്തം ഇതൊന്നും ഓർമ്മയൊന്നും ഇല്ല. ഇവന്മാര് TV പ്ലേ ചെയ്തായിരുന്നു, പക്ഷെ ഞാൻ അന്നെന്റെ ഗെയിമിംഗ് റൂമിൽ TVയിൽ പ്ലേ ചെയ്തായിരുന്നു, പക്ഷെ ഞാൻ കണ്ടില്ല മൊത്തം. വാർ കഴിഞ്ഞിട്ട് കാണാം. വാർ കഴിഞ്ഞിട്ട് മതിയോ? വാർ കഴിഞ്ഞിട്ട് കാണാം ആണല്ലേ? എന്നാ അത് 25 മിനിറ്റ് എന്തോ ഉണ്ട് ഗൈസ്, അപ്പൊ കണ്ടിന്യൂറ്റി പോകും. വാർ കഴിഞ്ഞിട്ട് കാണാം, അതാണ് നല്ല. വാർ കഴിഞ്ഞിട്ട് കാണാം. സംസാരിച്ചാ സൗണ്ട് എനിക്ക് കേട്ടിട്ട് വാറ് പോട്ടെ. റൂമിന്റെ എക്കോ ഇതാരാണ്? പൂജയാ. ഇൻസ്റ്റഗ്രാം ID V__പൂജ. ID തെരഞ്ഞ് ഇനി ബാക്കിയുള്ളിടത്തൊന്നും പോയി അടിയും വഴക്കൊന്നും ഉണ്ടാക്കണ്ട. സിംഗർ പൂജ. ഇത് ആരാണ്? എനിക്ക് മനസ്സിലായില്ല. അണ്ണ ഈ പുള്ളിക്കാരി പ്ലേബാക്ക് സിംഗർ ആണോ? എനിക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടാ, പ്ലേബാക്ക് സിംഗർ ആണ്. ഓ ആണല്ലേ? ഓ അതിൻ്റെ പെർഫെക്ഷൻ ആണത്. തമിഴ് സിംഗർ ആണ്. ഓ ഓക്കെ. ആണ് എന്റെ കസിനും ഫ്രണ്ട്സും ഉണ്ടാക്കിയ സോങ് ആണ്. Shame on you, motherfucker, shame on you, motherfucker, shame on you, motherfucker, shame on you. Shame on you, motherfucker, shame on you, motherfucker, shame on you, motherfucker, shame on you. Hey, motherfucker, it's what I call them. Cases real, always call them. Razor sound, skin, I'm burning, but my race, but my brain. Independence, what they call it. We ain't got it to be honest. Satan's dick, sucker, seen it, evil mind is getting raped. എഴുതാം വരിയിൽ പറയണ കഥ എഴുതാം, കഥയിൽ പിടിച്ചൊരു കൂട്ടം മാനവ ജാതി വിധി എഴുതാം. കണ്ണില്ലാത്ത ക്രൂരത പകലിൽ വിരവിലും ഒരുപോലെ അറിയണം നേരിടാം. മരവിച്ച കണ്ണും കാണും ലോകം ഇന്നി നീതി ദേവത. കണ്ണും പൂട്ടിയിരുപ്പ നൊന്തു മരിപ്പ അവളും ജീവന. ശോകമൊന്നും പറയല്ലടാ. അവന്റെ പുതിയ വർക്ക് എന്ന് പറഞ്ഞാൽ മറ്റേ അവരുടെ ആ ഒരു ആദ്യത്തെ വർക്ക് എന്ന് പറയുമ്പോൾ നൈസ് ഒക്കെ ആണ്. നമുക്കങ്ങനെ ശോകം എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റത്തില്ലല്ലോ അവരെ. ബ്രോ നൈസ് സാധനമാണ്. കേറി വാ. എടാ പ്ലേ ആസ് ലോ ഓണർ. ഹൈ ഓണർ ഈസ് ദ ഓൺലി വേ യു ക്യാൻ പ്ലേ. നോ, ലോ ഓണർ ഈസ്. എടാ ഇതിങ്ങനെ വേണ്ട. ഞാൻ ഇതിന്റെ എനിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അതുപോലെ കളിക്കാൻ ട്രൈ ചെയ്യും. അത് വേണ്ട. നമുക്ക് നമ്മളതായിട്ടുള്ള രീതിയിൽ പോകാം. അവസാനം എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ വരട്ടെ. അതല്ലേ നല്ലത്. നമ്മൾ മറ്റേ അയാൾ കണ്ടിട്ട് മറ്റേ ഇതാക്കി കഴിഞ്ഞാൽ ശോകമാണ്. അത് വേണ്ട. When my account balance is 2 rupees and Chunk asks for 49 rupees data booster. ഉണ്ടച്ചി മോനെ എന്നെ കൊണ്ട് വിളിപ്പിക്കരുത്, മനസ്സിലായോ? ഞാൻ ഒന്നും പറയുന്നില്ല മൈര, നിന്നെ ടോപ്പപ്പ് പണിയൊന്നും പറയുന്നില്ല.
പകലുള്ള മറ്റേ സൈറ്റിലും തുണ്ട് സൈറ്റിലും അതിലെല്ലാം കയറി ഡേറ്റ തീർത്തിട്ട് രാത്രിയാകുമ്പോൾ അവരൊക്കെ ഡേറ്റ ബൂസ്റ്റ് ചെയ്യാൻ വരുന്നു. ഉള്ള ഡേറ്റയിൽ ഈ അംബാനി മറ്റേ അൺലിമിറ്റഡ് ഡേറ്റ കൊടുത്താണ് പിള്ളേരെല്ലാം വഷളാക്കിയത്. അണ്ണ ഞാൻ കുറെ ഡേയ്സ് എടുത്ത് ചെയ്ത വർക്കാണ്, വ്യൂസ് ഒന്നും അങ്ങനെ കിട്ടുന്നില്ല, എല്ലാവരും സപ്പോർട്ട് ആക്കുന്നുണ്ടായിരുന്നു. 21 ഡേ വർക്ക്. तुझे अखियों में अपने बसायूं, अपना नजर दिखा. വിഷയമല്ലേ എന്തോരം എഫേർട്ട് ഇട്ടുണ്ടാവൂടാ അവനത് സാധനം വരയ്ക്കാൻ. IG unknown artist, guys, do check it out.